ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പോകുന്ന വഴിക്കാട്ടോ ഗൈസ്. അപ്പോൾ തൃശ്ശൂർ പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി ചവിട്ടി. ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളിന്ന് അതിരപ്പള്ളി വാൽപ്പാറ ഒക്കെ ആ ഒരു റൂട്ടൊക്കെ പോവാണ് ഗൈസ്. അപ്പോൾ ഞാനും സന്ദീപും എമിയും ഉണ്ട്. നമ്മളിവിടെ ഒരാളും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആള് തൃശ്ശൂരിൽ നിന്നാട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി നമ്മളെല്ലാവരും ഉണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പോകണം ഗൈസ്. നമ്മളങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ അതിരപ്പള്ളി വരെ പോയിട്ട് കുളിച്ചെടുക്കാൻ പോകുന്നത് നമ്മുടെ മച്ചാനാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞ് കുളിച്ചാണ് ഇറങ്ങിയത്. ഇവിടെ വന്നപ്പോൾ തൃശ്ശൂർ വന്നപ്പോഴേക്കും മഴയില്ല. തൃശ്ശൂരാണ് ചാലക്കുടി കൊരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊരട്ടി കഴിഞ്ഞ് ബോർഡർ കൊരട്ടി ചാലക്കുടി. ഇപ്പൊ നമ്മള് ചാലക്കുടിയിലേക്കാണ്. പ്രോപ്പർ തൃശ്ശൂർ. നമ്മുടെ രണ്ട് വണ്ടികളുണ്ട്. രണ്ട് വണ്ടിക്കാണ് പോകുന്നത്. ഹെൽമെറ്റ് സജ്ജീകരണങ്ങളെല്ലാം സെറ്റപ്പാണ്. ഇവിടെ ഒരു ഹെൽമെറ്റും കൂടെ ഇരിപ്പുണ്ട്. റെയിൻകോട്ട് എല്ലാം അടിപൊളിയായിട്ടാണ് കേസ് പോകുന്നത്. ഏതാ ഒന്നും മഴവെള്ള സംഭരണിയാണ്. ഒരു മഴവെള്ള സംഭരണി പോലെ ഒരു ഹെൽമെറ്റ് കോട്ടാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാൻ നമ്മുടെ വിശേഷങ്ങൾ കാണാം ഗൈസ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വിശേഷങ്ങൾ കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ തൃശ്ശൂർ വന്നിട്ടുണ്ട് ഗൈസ്. അതാണ് തൃശ്ശൂരിന്റെ തൃശ്ശൂർക്കാരനെ പാക്കല. കേരളത്തിലെ മൂന്നാമത്തെ അതിരപ്പള്ളി വാഴച്ചാൽ കയറുകയാണ് നമ്മള്. ഓ, നല്ല മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. ഇന്നലെ നല്ലായിരുന്നു. ഇന്നലെ പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇന്ന് ഫുള്ള് മഴയോ മഴ അല്ല. ഇന്നല്ലോ രാവിലെ കുറച്ച് മഴ പെയ്തു, പിന്നെ വൈകുന്നേരം തൂങ്ങിപ്പോയുള്ളൂ. ഇന്നലെ അടിപൊളിയായിരുന്നു പോകാൻ. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. കാഴ്ചകൾ പെട്രോളൊക്കെ അടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് മുമ്പിലേക്ക് പോകാം. പക്ഷേ പയ്യെ പോയിട്ടാ പോകും. മഴ ചെയ്തോണ്ടേ ഞങ്ങൾ പോയിട്ട് കിടക്കാം. അടിപൊളി കാഴ്ചകൾ വരുന്നതായിരിക്കും. എന്താണ് എക്സ്പെക്ടേഷൻ? അവിടുത്തെ എക്സ്പെക്ടേഷൻ അതിരപ്പള്ളിയുടെ അടിപൊളിയായിരിക്കും അല്ലേ? നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് പോയിട്ടുണ്ടല്ലോ നമ്മൾ ഓൾറെഡി. സെറ്റപ്പ് ആയിരിക്കും. മഴയുള്ള ആരൊക്കെ പോയിട്ടുണ്ട്? ബ്രോ പോയിട്ടുണ്ടോ? ഞാനും പോയിട്ടുണ്ട്. അവിടെ ബ്രോ പോയിട്ടില്ല. ഈ ബ്രോ പോയിട്ടില്ല. അപ്പോൾ നല്ല വെള്ളമായിരിക്കും ഗൈസ്, നല്ല മഴയും. അവിടുത്തെ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് മുന്നോട്ട് പോകാം. പോകുന്ന വിശേഷങ്ങൾ കാണാം. മഴയാണ്, അതുകൊണ്ടാണ് ഒരുപാട് വിഷയം പിന്നെ എന്തിനാ ഒരുപാട് വിഷയമൊക്കെ എടുത്ത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറിച്ചിട്ടുണ്ട്. ഓക്കെ, വണ്ടി ഇവിടെ ഉണ്ടോ? ഹെൽമെറ്റ്. പിന്നെ ഗൈസ്, ഞാനൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ അത് KYT സ്റ്റിക്കറൊക്കെ അടിച്ചു കേട്ടോ. പിന്നെ മോട്ടോ ഹോമീസ് എന്ന് പറയുന്ന ഇവിടെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ബ്രോയുടെ ചാനലിനകത്ത് വരും. എബി സ്പോട്ടിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. അപ്പോൾ അതിനകത്ത് കൂടെ കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, മറ്റേ ഈ അതിരപ്പള്ളിയിൽ ഈ ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടൊരു കപ്പ ബീഫ് മിക്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കും കേട്ടോ. വരുന്ന വഴിക്ക് എൻ്റെ കോട്ട് ചാടിപ്പോയി ഗൈസ്. ചേട്ടൻ കോട്ട് പിന്നെന്താ നിങ്ങളിങ്ങനെ ചർച്ച ചെയ്തിരുന്നോ ഗൈസ്? അപ്പോൾ അതായത് ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നോക്ക് ഗൈസ്, നല്ല രസമാട്ടോ ഇവിടെ ഒരു സ്ഥലം കാണാനായിട്ട്. ഇത് കറക്റ്റ് എനിക്ക് പ്ലേസ് പറഞ്ഞു തരാൻ അറിയത്തില്ല. നമ്മൾ കാണുന്ന പ്ലേസ് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പോവാം കേട്ടോ. അതായത് എവിടെയൊക്കെ മഞ്ഞ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഈ റൂട്ട് അങ്ങനെ ഒരു അതിരപ്പള്ളി ഒരു ഇടുക്കി എന്നൊക്കെ പറഞ്ഞ ഇടുക്കി അല്ല കേട്ടോ. കാരണം വളരെ ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ സ്ഥലം. കാണുമ്പോൾ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഗൈസ്. അടിപൊളി. എങ്ങോട്ടളിയാ ഫോട്ടോ കഴിക്കാനായിട്ട് അളിയും പോകുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വിശേഷം കേട്ടോ. ഇവരൊക്കെ അവിടെ ഒരു വർത്താനം പറഞ്ഞ് കത്തി അടിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ ഇവിടം വരെ വരുന്ന കാഴ്ചകൾ ഇതൊക്കെ കേട്ടോ. വരുന്ന വഴിക്ക് നല്ല മനോഹരമായ റോഡായിരുന്നു. നമുക്ക് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ വന്നു. തൃശ്ശൂർ സ്ഥലത്തിൻ്റെ പേര് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് റിട്ടേൺ ചാലക്കുടിക്ക് വന്നിട്ട് അവിടെ നിന്നാണ് കേസ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കിലോമീറ്റർ വെച്ചാൽ മൊത്തം ആകെ മിക്സായി കിടക്കുവാണ്. നമ്മളങ്ങനെ കിലോമീറ്റർ ഒന്നും നോക്കി യാത്ര ചെയ്യുന്ന ആൾക്കാരല്ല അല്ലേ. നമ്മൾ മൈലുകളോളം പോകുന്ന ആൾക്കാരാണ് കേസ്. എവിടെ നിന്ന് എടുക്കണേ? ഇവിടെ വരെ ഇറങ്ങിയല്ലോ സാധനം എടുക്കണ്ടേ. നമ്മൾ മലക്കപ്പാറ പോകുന്ന അവിടെ എത്തി കേട്ടോ. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. ഇവിടെ ചെറിയൊരു ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ ഫോറിലുണ്ട്. ഞാൻ കൈ അറിയാമോ ടിക്കറ്റ് എത്രയാണെന്ന് അറിയത്തില്ല. വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വരുമ്പോൾ ടിക്കറ്റ് എത്രയാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. വാൽപ്പാറ എത്ര രൂപ? 4 പേരുണ്ട്. വണ്ടിക്കാണോ? വെള്ളച്ചാട്ടം കാണാൻ 4 പേര്. കാറിലല്ല, ബൈക്ക്. 2 വണ്ടി.
270. GP ആണ് കേട്ടോ പേയ്മെന്റ്. 270. ഗൈസ് 270 രൂപയാണ് ഗൈസ്. 270 രൂപ. അപ്പോൾ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഡൗട്ട് വേണ്ട. 270 രൂപ കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റും. ഓക്കെ, നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷം കാണാവേ. ബ്രോ ഇതൊരു ചതിയാണ്. 270 രൂപ. നേരത്തെ സംഭവം ഇല്ലായിരുന്നു. ഞങ്ങൾ ബൈക്ക് വെക്കാനായിട്ട് ഒരു 10 രൂപ എങ്ങോട്ട് മേടിക്കാം. 10 രൂപ അത് മാത്രം വണ്ടി പാർക്കിന് മാത്രമാണ്. നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മളെ ഇത്രയും പൈസ കൊടുത്താ അത് കുഴപ്പമില്ല. വിട്ടാലോ? എനിവേ ഫൈനലി ഗൈസ്, ഞങ്ങൾ നമ്മുടെ അതിരപ്പള്ളിയിലെ ഹൈലൈറ്റ് സ്പോട്ടായ ഇതേ കാണുന്ന മറ്റേ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ബൈക്കെല്ലാം സൈഡിൽ ഒതുക്കി വെച്ചതിന് ശേഷം ബ്രോ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ടൈറ്റാണ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. പിന്നെ ബ്രോ ക്യാമറ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. ക്യാമറ ഒക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരത്തെ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നിന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളാണ്. ഇങ്ങനെ അത് മെയിൻ ചെക്ക് പോസ്റ്റ് ആണോ ആ കണ്ടത്? അല്ല. ഓ, അതൊരു ടിക്കറ്റ് കൗണ്ടർ. ആ, ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ. നമ്മൾ 270 രൂപ നിങ്ങൾ കണ്ടല്ലോ, 270 രൂപ കൊടുത്തിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. നല്ല മനോഹരമായെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അങ്ങനെ തോന്നില്ല, പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ കാഴ്ച കാണാനൊക്കെ ആയിട്ട്. പിന്നെ കുരങ്ങന്മാർ ഇരിപ്പുണ്ട് കേട്ടോ അവിടെ. കുരങ്ങുകൾ ഇരിപ്പുണ്ട്. കുരങ്ങുകൾ സൈഡിലായിട്ട് ഇഷ്ടംപോലെ കുരങ്ങുകളുണ്ട്. അതൊക്കെ തിന്നോണ്ടിരിക്കട്ടെ ഏതാണ്ടൊക്കെ. അതൊക്കെ നമ്മളെ ആക്രമിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഹലോ, നല്ല അക്രമകാരികളായിട്ടുള്ള കുരങ്ങുകളാണ് കേട്ടോ. ഇതാണ് റോഡ്. ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ഇതും കൂടെ നോക്കി. ഓ, ഇത് കാണാനുണ്ട് കേട്ടോ. ഇത് കാണാനുള്ള വൈബുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ്. അതിൻ്റെ താഴത്തേക്ക് നമുക്ക് മേളിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി താഴത്തോട്ട് വരണം. നോക്കിക്കേ എങ്ങനെയുണ്ട്. കാണാത്തോട്ട് കുരങ്ങുണ്ടല്ലോ, നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ പാവത്താനെ പോലെ തോന്നും, പക്ഷെ അടുത്തേക്ക് മൈൻഡ് മാറുന്നൊരു സ്കീം സംഭവിച്ചു. നമ്മൾ കുറച്ച് കാഴ്ചകൾ കാണട്ടെ ഇവിടെ വന്നിട്ട്. ഓക്കെ, ഇത് ഇവരുടെ റംബൂട്ടാനായിരുന്നു ഗൈസ്. ഇത് കൊണ്ടായി ഇന്നൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. കവറായിട്ടൊന്നും ഈ സൈഡിലേക്ക് വരില്ലേട്ടോ. ഹലോ ഗൈസ്, അതിരപ്പള്ളി എത്തി. ഞങ്ങൾ അതിരപ്പള്ളി എത്തി കഴിച്ചു. അതിരപ്പള്ളി നോക്കിക്കേ, ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നതായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് കടകൾ കാര്യങ്ങളുണ്ട് ഗൈസ്. അത് മാത്രമല്ല കേട്ടോ, ആ സൈഡിലെല്ലാം ഉണ്ട്. ഈ സൈഡിൽ നിന്നെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ കടകൾ. നമുക്ക് എവിടെ ആണെങ്കിൽ ലോക്ക് റൂമുണ്ട്. അവിടെ നമുക്ക് ഈ ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പിന്നെ പോകാൻ താഴത്തിട്ട്. ഓക്കെ, ക്ലോക്ക് റൂമിലേക്ക് ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ടാവും, സമയം നോക്കുക പോകും. ഹെൽമെറ്റിന് 10, ബാഗിന് 10. അതൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ബ്രോ. വെച്ചില്ല, ഞാൻ ഓർത്ത് ഇവിടെ ആരും ഇല്ല. ബാക്കിയുള്ള ഹെൽമെറ്റൊന്നും വലിയ പ്രശ്നമില്ലാത്ത. ആ അതെ, ടിക്കറ്റ് വേറെ. ടിക്കറ്റ് ഇവിടെ നമ്മളെല്ലാം എഴുതി വെച്ച് 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വെച്ചിട്ട് പോകണ്ട. ഞാൻ 3 ഐറ്റം വെച്ചിട്ടുണ്ട്. ആ 3 ഐറ്റം വെച്ചിട്ടുണ്ട്. അതിന് 30 രൂപ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട്. ഇതാട്ടോ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവം. എന്നെ വെച്ചത് ബാക്കി 20. ഓക്കെ, ഒന്ന് പൂരിപ്പിച്ചിട്ട് നമുക്ക് മേളിൽ കയറിപ്പം. ഓക്കെ, ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗൈസ്. അതല്ല ഞാൻ പറഞ്ഞില്ലേ, 2 സൈഡിലും ട്രെയിൻ പോകുന്ന പോലത്തെ. വീൽ ചെയർ വരുന്ന ആൾക്കാർ എങ്ങനെ പോകും? വീൽ ചെയർ വരുന്ന ആൾക്കാർക്ക് പോകാനുള്ളതായിരിക്കാം എന്ന് തോന്നുന്നു. കൊണ്ടുപോകല്ലോ, കൊണ്ടുപോകാം. പക്ഷെ അങ്ങനെ അവർക്കും വാട്ടർഫോൾസ് കാണണ്ടേ? വളരെ മനോഹരമായ സ്ഥലം കേട്ടോ. നോക്കി, അടിപൊളിയല്ലേ. വീൽ ചെയർ തന്നെ കയറാം. വീൽ ചെയർ പകുതി ആൾക്കാരും വീൽ ചെയർ വഴിയാണ് വരുന്നത്.
ഞങ്ങളുടെ കൂടെ 2 പിറങ്ങേണ്ടികളുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഫ്രണ്ടിലേക്ക് നടന്നുപോയി. 2 സൈഡിലും കാടാട്ടോ ഗൈസ്, മരങ്ങളാണ്. പക്ഷെ നടുക്കിക്കടെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വഴി. ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് അവർ രണ്ടൊരു ഫ്രണ്ടിൽ ഇറങ്ങിപ്പോയി കൈയും കൈയൊക്കെ പിടിച്ച് കോർത്ത്. ഞങ്ങൾ പുറകെ കൂടെ പോവാണ് ഗൈസ്. വിശ്രമ കേന്ദ്രങ്ങളൊക്കെ കൊണ്ടിട്ടോ ഇതങ്ങോട്ട് നോക്കി. അതുണ്ടോ വിശ്രമ? ഓ അത് കൊള്ളാമല്ലോ സ്ഥലം, അടിപൊളിയാണല്ലോ സ്ഥലം. അതെ അതെ, കുട്ടമ്പഴ ഇച്ചിരിയുടെ വിസ്തീർണിച്ച് അങ്ങനെ ഇരിക്കും. പക്ഷെ ആൾക്കാർ നടക്കണമെന്നാണ് തോന്നുന്നു. ഇവിടെ ഒത്തിരി പായലില്ല കേട്ടോ. ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട് ഗൈസ്, ഫോറിനേഴ്സ്. രണ്ടെണ്ണം. ഓ മൈ ഗോഡ്, എല്ലായിടത്തും കയറ് കെട്ടിയിട്ടുണ്ട്. ആൾക്കാർ ഒത്തിരി ഇറങ്ങി പോകാതിരിക്കുന്നുണ്ട്. മെല്ലെ മെല്ലെ ഇറങ്ങി പോകാം, കാരണം തെന്നി പോവാതെ. നമ്മുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്വം ഗൈസ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ അവസാനം നമ്മുടെ സ്വന്തം അതിരപ്പള്ളിയുടെ ഊപ്പർ പോർഷനിൽ എത്തിയിരിക്കുകയാണ്. നോക്കൂ, അതിരപ്പള്ളി കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് കാണുന്ന ഷെഡ് കണ്ടോ? ആ ഷെഡ് അല്ലാന്ന് തോന്നുന്നു, അവിടെ മാത്രം കയറിക്കാൻ സൗകര്യമുള്ളൂ. അവിടെ കയറിക്കാൻ പറ്റില്ല, അവിടെ ഇത് കൂട്ട് കെട്ടി വെച്ചാൽ ആരും കയറി ഇരിപ്പുണ്ടാവണേ. എന്നാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങുവാണേ. ഇതേ സൈഡ്, ഇതേ താഴ്ഭാഗത്താണ് നമ്മുടെ ബാഹുബലി തുടങ്ങിയ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത നല്ല കിടലിനായിട്ടുള്ള സ്പോട്ട്. ഇതേതും നോക്കി ഗൈസ്, ഇതേതാണ് സ്പോട്ട് എന്ന് പറയുന്നത്. വളരെ മനോഹരം. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ ഗൈസ് ഇതങ്ങോട്ട് നോക്കും, ഇത് താഴെ ഭാഗത്തൊക്കെ ആയിട്ട് ആൾക്കാർ ഒരുപാട് പേര് നിൽപ്പുണ്ട്. എന്നിട്ട് അവിടെ ഫോറസ്റ്റുകാരുടെ ഒരു ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. വെള്ളം തുറന്നു വിടുമ്പോൾ ഇത് മൊത്തത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് പോകുന്നതാണ് ഇവിടെ. സോ ഇപ്പം നല്ലതായിട്ട് ഇവിടെ മഴ പെയ്യുന്നുണ്ട്. നമുക്ക് കോട്ടിടാദ്യം. കുരങ്ങന് വേണ്ടി മേടിച്ചുകൊണ്ട് വന്ന അമ്മച്ചി. മൺസൂണൊക്കെ അല്ലേ, മഴയൊക്കെ നനഞ്ഞിട്ട് എങ്ങനെയാ പനി പിടിക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മൾ കയറിപ്പോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെയായിട്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് ഉള്ളവേ അങ്ങോട്ട് പോകാം. വെൽക്കം ബാക്ക്. ഞങ്ങളിപ്പോൾ ഒരു ഇതന്നെ ഇതിൻ്റെ പേരാണ് കൂടാരല്ലേ, ഏറുമാടം. ഏറുമാടത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതൊക്കെ ഇത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഏട്ടാ മനസ്സിലാക്കുന്നത്. കൂടെ നോക്കി, അത് കുറച്ച് പെൺപിള്ളേർ പേടിച്ച് വിറച്ചിറങ്ങി പോകുന്നത്. ഇത് കൊള്ളാം, ഇത് കൊള്ളാം പോകുന്നുണ്ട്. ഞങ്ങൾ ഏർമാടത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഗൈസ്. ഇനി നമ്മൾ നൈസായിട്ട് ഇറങ്ങി താഴത്തോട്ട് പോകണം. ഓ, ഇത് ഏർമാടത്തിലാണ് നമ്മൾ കുത്തിയിരുന്നത്. ഗൈസ് ഞങ്ങള് ഫോണൊക്കെ വെച്ചിട്ട് കൂട്ടുകാരനാണ് നടന്നുപോയി ഗൈസ്. നോക്കിയാ നമ്മളിനി ഇതിന്റെ അകത്തേക്ക് കയറി പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. അവരെങ്ങോട്ടല്ലേ പോയെ? എന്റെ പൊന്നു ഗൈസ്, ഇത് മാരക എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ ഓരോ മിനിറ്റും ഫ്രണ്ടിലേക്ക് പോകുമ്പോഴും നമുക്ക് ഒരു ആവേശം, ഒരു ഭയങ്കരമായൊരു വൈബ് കൂടിക്കൂടി വരികയാണ്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊന്നും കാണാതെ പോയി. 2 പേര് കൂടെ വന്നായിരുന്നല്ലോ ഗൈസ്. അമ്പോ നോക്കിക്കേ ഗൈസ്, ഇതുണ്ടോ ഭയങ്കര ഉയരത്തിലാട്ടോ ഈ സ്ഥലം. ഭയങ്കര ഉയരത്തിലാണ്. ഇത് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഉയരത്തിലാട്ടോ സ്ഥലം നിൽക്കുന്നത്. നമ്മുടെ കൂടെ വന്ന 2 തിരുമാലികളുണ്ട്. അവർ ഇവിടെ എവിടെയാണ് പെട്ട് കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എവിടെയാണെന്ന് അറിയത്തില്ല. ഫോൺ ബെല്ലടിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നോക്കിക്ക് എന്തോരം ആൾക്കാരത് എവിടെയൊക്കെ നിന്ന് കാഴ്ചകൾ കാണുന്നതും അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ഇത് സത്യത്തിലുണ്ടല്ലോ, ഇത് എക്സ്പീരിയൻസ് ചെയ്യണേ. കാരണം വേറെ ഒന്നുമല്ല, ഈ സ്ഥലം വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടുത്തെ ഒരു ഫീൽ, ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു കാഴ്ചക്ക് വേണ്ടി മാത്രമുള്ളതല്ല,
ഇവിടെയാണ് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ എക്സ്പീരിയൻസും കൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇവിടെ വന്നാൽ കിട്ടുന്ന ഒരു ശബ്ദങ്ങൾ, അതുപോലെ ഇവിടുത്തെ കാറ്റ്, അതുപോലെ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ മഴത്തുള്ളികൾ, ഇങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വരിക, എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളി എക്സ്പീരിയൻസ്, അടിപൊളി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ച എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നോക്കൂ എന്താ ഇത് വൈബ്, കണ്ണും കാണത്തില്ല ഒന്നും കാണത്തില്ല. അളിയ എബിനെ കാണുന്നില്ല അളിയാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ് കോട്ടുള്ളൂ. പുള്ളിക്ക് ഫോണ് വേണ്ട. ഇതേ ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ട് വന്നിട്ട് നോക്കിക്കേ, എൻജോയ് ചെയ്യാം ഇവിടെ. എന്താ കളി എക്സ്പീരിയൻസ്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയാൽ മതിയോ സ്ഥലം? ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളെ മോളിൽ നിന്ന് താഴെ വന്ന് ഇറങ്ങണം. താഴെ ഇതിന്റെ ഒരു ഇന്റൻസിറ്റി. നമ്മുടെ ടീമാണ്, നമ്മുടെ ടീം. ദേവരൻ ദേവരാജ മാഷത്തി. ഇതെന്തുവാ നിങ്ങളത് എവിടെയാ? ദേവരാഗമേലേരിൽ നമുക്ക് അങ്ങോട്ട് തരാം. അവിടെ സംഭവിക്കുന്നത് ഇതാണ് ഗൈസ്. അവന്റെ കുടുംബജീവിതം നമുക്ക് അങ്ങോട്ട് പോവാളിയാ, അങ്ങോട്ട് പോയാലോ? വരുവാ ആളി, നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. എൻ്റെ കൂടെ ഒരു കൂട്ടുകാരുണ്ട്. ഒറ്റ വാക്കിലൊരു മോട്ടിവേഷൻ പറയാൻ പറഞ്ഞാൽ പുള്ളി എന്നെ പറയുന്നു ചോദിക്കാം. ബ്രോ, നമ്മുടെ ജീവിതത്തിൽ യാത്രകൾ ചെയ്യാം. യാത്രകൾ ചെയ്യുന്ന ഒരിക്കലും നഷ്ടമല്ല. യാത്രകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം, പൈസ മാത്രമാണ് ജീവിതത്തിന്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. വേറെ ഒന്നും എനിക്ക് പറയണ്ട. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതാണ് ബ്രോയ്ക്ക് പറയാനുള്ളത്. എനിക്കും അതുപോലെ തന്നെ ലൈഫിൽ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. സാമ്പത്തികം മാത്രമല്ല, എല്ലാം നമ്മുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്, ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ഗൈസ്. അങ്ങനെ കുറേ നാളുകളായിട്ട് അതിരപ്പള്ളി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് വന്നു, മൺസൂൺ ടൈമിൽ തന്നെ വരാൻ പറ്റി, നല്ലൊരു കാഴ്ച ഇവിടുന്ന് കാണാൻ പറ്റി. നിങ്ങളും ഓരോരുത്തർ കാണണമെന്നുണ്ടെങ്കിൽ വരിക, എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ കൂടെ വന്ന ഗ്രൂപ്പായിട്ടാണ് നിങ്ങളെല്ലാവരും